പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഈ പാരഡി സോങ് അതിപ്പം വലിയ ഹിറ്റായിട്ട് സോഷ്യൽ മീഡിയകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിറളി പിടിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിനെ. അതുകൊണ്ടാണല്ലോ ഇപ്പം പരാതിയായിട്ട് ഡി ജി പിക്ക് മുമ്പാകെ പോയിരിക്കുന്നത്. അല്ല, എന്തിനാ അവർ പേടിക്കുന്നത്? ഈ പരാതി കൊടുത്ത ആളുകളുടെ ഇൻറ്റൻഷനാണ് എനിക്ക് മനസ്സിലാവുക. അവരെന്ത് ചെയ്തോ വികാരത്തിലാണ് പരാതി കൊടുത്തത്? അവർ ഈ പാട്ട് ഇറങ്ങിയിട്ടും കുറേ കാലമായല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഈ പാട്ട് സ്വാധീനിക്കുമെന്ന് ഒരു കാലത്തും അവർ വിചാരിച്ചില്ല. അത് സ്വാധീനിക്കപ്പെട്ടു എന്ന് തോന്നി ഇപ്പോൾ പാട്ട് തിരിച്ചെടുക്കണത്. എങ്ങനെയാണ് ഒരു പാട്ട് തിരിച്ചെടുക്കണേ? ഇത് ഏത് കാലഘട്ടത്തിൽ ഇവരൊക്കെ ജീവിക്കുന്നത്? യാതൊരു സാമാന്യ ബോധവും ഇല്ലാത്ത ആളുകളാണ് ഈ പരാതി കൊടുത്തത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ പാട്ടിനെ, വിശ്വാസപരമായ ഒരു പാട്ടിനെ അവഹേളിച്ചു എന്ന് പറയാം. ഇവിടെ എത്രയോ മതങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകൾക്ക് പാരഡി ഉണ്ടാകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എത്രയോ പാരഡി ഗാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാരഡി ഗാനം പാടിയ ആളുകൾക്കെതിരെ നടപടി എടുക്കണം, പാട്ട് തിരിച്ചെടുക്കണം. ഓൺ എയർ പോയ ഒരു പാട്ട് എങ്ങനെ തിരിച്ചെടുക്കാം? മനുഷ്യരുടെ നാവിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുക? ഇനി പാട്ട്, ഈ ശാസ്താവിൻ്റെ പാട്ടിനെ അവഹേളിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ശാസ്താവിൻ്റെ സ്വർണം കട്ടത് ഒരു അവഹേളനമായിട്ട് ഈ പരാതിക്കാർക്ക് തോന്നിയോ? ശാസ്താവിൻ്റെ സ്വർണം കട്ട മുഴുവൻ ആളുകളെയും പിടിക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് പരാതി കൊടുക്കാത്ത എന്താ ഇവർ? ശാസ്താവിൻ്റെ സ്വർണം കട്ടവരെ സംരക്ഷിച്ച ഈ സർക്കാരിനെതിരായിട്ട് ഇവരുടെ അഭിപ്രായം എന്താ? അപ്പോൾ ശാസ്താവിനുമായി ബന്ധപ്പെട്ടൊരു പാട്ടിൻ്റെ പാരഡി ഉണ്ടാക്കിയതിൽ വലിയ വികാരം വ്രണപ്പെട്ട ആളുകൾക്ക് സ്വർണം കട്ടവരെ കുറിച്ചൊരു അക്ഷരം പറയാനില്ല, അല്ലേ? ഇത് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരാരെങ്കിലും ശാസ്താവിൻ്റെ സ്വർണം കട്ടവർക്കെതിരെ സംസാരിച്ചോ? ഇല്ല. ഇവരവരെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു. ഈ പാട്ട് ജനങ്ങളുടെ നാവിലൂടെ നിരന്തരം കേൾക്കുകയും ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ പാട്ടിനെതിരെ പരാതി കൊടുക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നു പറഞ്ഞ ആളുകളൊക്കെയാണ് ഇവർ. എവിടെയാണ്? പത്മകുമാർ ജയിലിലാണല്ലോ. ജയിലിൽ ആയതെന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് തുല്യമാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ പാർട്ടിക്കാർക്കും അത് ഇതാണല്ലോ. സി പി എംമാർക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേക നയപരിപാടിയുണ്ടോ? പത്മകുമാർ എന്തിനാണ് ജയിലിൽ പോയത്? സ്വർണം, ശാസ്താവിൻ്റെ സ്വർണം കട്ടതിൻ്റെ പേരിലാണ്, കളവ് കേസിലാണ്. സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അതുപോലെ മുൻ MLA ആണ്, ഇവരുടെ വിശ്വസ്തനാണ് പത്മകുമാർ, വാസു അടക്കമുള്ള മുഴുവൻ ആളുകളും. അവർ ജയിലിൽ കിടക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ മോഷണം നടത്തിയിട്ടുണ്ട്. മോഷണം എല്ലാം ഒരുപോലെ തന്നെ, എന്നാലും സകല സാധാരണക്കാരെയും സർക്കാർ കേൾക്കാതിരിക്കുമ്പോൾ അവരുടെ സങ്കടം കേൾക്കാനിരിക്കുന്ന ശാസ്താവിൻ്റെ കാണിക്ക കട്ട കേസിലെ ഇവർ ജയിലിൽ കിടക്കുന്നത്. അവരെ ഇപ്പോഴും പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ട് പറയുക ജയിലിൽ കിടക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പാർട്ടി നടപടിക്ക് തുല്യമാണ്. അപ്പോൾ ഇവരുടെ പാർട്ടി നടപടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? അപ്പോൾ ഇത് ശരിയല്ല. എന്തുകൊണ്ടായിരിക്കും പത്മകുമാറിനെ പുറത്താക്കാത്തത്? പത്മകുമാറിനെ പുറത്താക്കി പത്മകുമാർ വേറെ ആളുകളുടെ പേര് പറയും. ഈ പത്മകുമാർ എങ്ങനെയാണ് 6 വർഷക്കാലം സംരക്ഷിക്കപ്പെട്ടെ? കടകംപള്ളിയുടെ പേര് പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ PS പ്രശാന്ത്, ഇവരെ എത്രയോ വട്ടം നുണ പറഞ്ഞു. അന്വേഷിച്ച് ചെന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശബരിമല ശാസ്താവിൻ്റെ CCTV ആണ് ഹൈക്കോടതിയുടെ കണ്ണിൽ ഇവർ പെട്ടതുകൊണ്ടല്ലേ. ഇവർ ആഗോള അയ്യപ്പ സംഗമം നടത്തി അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് വലിയ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ അവസാനം എന്തായി? ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പോയി കൈയടിച്ചു കൊടുത്ത് കുറേ എണ്ണം ഇപ്പോൾ ജയിലില്ല. ഇപ്പോൾ ഒരു സംഗമവും ഇല്ല, ഒന്നുമില്ല. ഈ സ്വർണം കട്ട സഖാക്കന്മാരുടെ ഒരു സംഗമം അടിയന്തരമായിട്ട് ഇവർ നടത്തണം. കാരണം സ്വർണം കട്ട സഖാക്കന്മാരും കക്കാത്ത സഖാക്കന്മാരും തമ്മിൽ ജനങ്ങൾക്ക് വേർതിരിച്ച് കാണണമല്ലോ. ശാസ്താവിൻ്റെ സ്വർണം കട്ട സഖാക്കന്മാർ ഒന്ന്, ശാസ്താവിൻ്റെ സ്വർണം കക്കാത്ത സഖാക്കന്മാർ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വേർതിരിക്കേണ്ട ഗതിയാണ്. പക്ഷെ വേണ്ട പ്രതിഷേധം ഈ വിഷയത്തിൽ UDF കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന പരാതി ഉള്ളവർ ഇപ്പോഴും ഉണ്ട്. ഈ ജയത്തിന് ശേഷവും ഇത് UDF ഭരണകാലത്താണ് ഈ സ്വർണം കക്കൽ നടന്നതെങ്കിൽ കത്തില്ലേ ഇവിടെ കേരളം? CPM ആണ് പ്രതിപക്ഷത്തെങ്കിൽ? അല്ല, UDF ഭരണകാലത്ത് അങ്ങനെ ശാസ്താവിൻ്റെ സ്വർണ്ണമോഷണം നടക്കില്ല. ഒന്നാമത്തെ കാര്യം, നടന്നു എന്ന് ഒരു കള്ളപ്രചരണം നടത്താം. അപ്പോൾ പോലും ധൈര്യപൂർവ്വം അന്വേഷണത്തെ ഫേസ് ചെയ്യാൻ UDF തയ്യാറാവും. നടക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം നാളിതുവരെ UDF എന്നല്ല, ഇതിനു മുമ്പ് വന്ന LDF സർക്കാരുകളുടെ കാലത്തും ഇത്തരത്തിലുള്ളൊരു തെമ്മാടിത്തരം നടന്നിട്ടില്ല. അത് പിണറായി വിജയൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത്. ഇനി പ്രതിഷേധം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ KPCCയുടെ നേതൃത്വത്തിൽ 4 മേഖലാ ജാഥകൾ, വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തി, ജാഥകൾ നടത്തി, കൃത്യമായി UDFൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ സംവിധാനത്തിലുള്ള നിരന്തര പ്രതിഷേധങ്ങളുണ്ടായി. ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ നിലനിർത്തി തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് UDFൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഇത് കേവലം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം എന്നുള്ള രീതിയിൽ 2 ദിവസം മാധ്യമ ചർച്ചയിൽ തന്നെ തീർന്നു പോയതിനെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നിരന്തരം ഈ വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യാൻ കാരണം പ്രതിപക്ഷം ഈ വിഷയത്തിൻ്റെ പുറകെ നിരന്തരം ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ സമരരംഗത്ത് ഇല്ലാതെ പോയത് BJP ആണ്. അതുകൊണ്ട് BJPക്ക് അവരുടെ സ്ഥിരം പാർട്ടി വോട്ട് പോലും കിട്ടാതെ പോയി. പന്തളത്ത് പോലും
അവരുടെ സ്ഥിരം പാർട്ടി കോട്ടകളിൽ പോലും അവർ പരാജയപ്പെടാൻ കാരണം ശാസ്താവിൻ്റെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എടുത്തത്. കോൺഗ്രസും UDF-ഉം അതിശക്തമായി തെരുവിലും അല്ലാതെയും പോരാട്ടത്തിനും സമരത്തിനും രംഗത്തുണ്ടായിരുന്നു. അത് വിശ്വാസികൾക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അല്ല, പ്രതിഷേധത്തിൻ്റെ ഒരു രീതി കോൺഗ്രസ് മാറ്റണം എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു എന്താ പറയുക, ത്രസിപ്പിക്കുന്ന ഒരു പ്രതിഷേധം നടത്താൻ സാധിക്കുന്നില്ല. അവിടെയാണ് CPM SFI ഒക്കെ വിജയിക്കുന്നത്. അല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ത്രസിപ്പിക്കുന്ന സമരം ചെയ്ത SFI ഏത് സമരമാണ് വിജയിച്ചിട്ടുള്ളത്? പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വിളനിലം സമരം നടത്തി, അവസാനം എന്തുണ്ടായി? അവർ സെറ്റിൽ ചെയ്ത് അവസാനിച്ചു. ഓരോ സമരം എടുക്കും. കേരള ഗവർണർക്കെതിരെ സമരം ചെയ്തു, കേരള യൂണിവേഴ്സിറ്റി 2ാം നിലയിൽ വലിഞ്ഞു കയറുന്ന സമരമൊക്കെ നടത്തിയല്ലോ. റിസൾട്ട് എന്താണ്? റിസൾട്ട് പിണറായി വിജയൻ അത്താഴ വിരുന്നിന് RSSകാരായിട്ടുള്ള ഗവർണർമാരെ വിളിക്കുമ്പോൾ SFIക്കാർ നാവും അടക്കി വെച്ചിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇവരുടെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ KSRTC ബസ് കത്തിക്കുക, പോലീസ് ജീപ്പ് തകർക്കുക, സർക്കാർ ഓഫീസിന് തീയിടുക, നാട്ടുകാരെ വഴി തടയുക, ആളുകളെ ആക്രമിക്കുക. 2015 കേരള നിയമസഭയിലെ ഇരുണ്ട ദിനമായിട്ട് നമ്മൾ കണ്ട നിയമസഭ അക്രമം, ഇതൊക്കെ ചെയ്യും. അക്രമം നടത്തുക മാത്രമാണ് പ്രതിഷേധമെന്ന് കേരളത്തിൻ്റെ സമൂഹത്തെ പഠിപ്പിച്ചു വെച്ചത് CPM-ആണ്. അക്രമം നടത്താതെയും പ്രതിഷേധം നടത്താം. ഇവിടെ കോൺഗ്രസ് നിരവധി പ്രതിഷേധങ്ങൾ നടത്തി. ആ പ്രതിഷേധങ്ങളൊക്കെ വിജയമായിരുന്നു. ആ പ്രതിഷേധങ്ങൾ വിജയമാണ് എന്നെങ്ങനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു. ഇപ്പോൾ അതേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വിജയം ഉണ്ടാകുന്നു. അപ്പോൾ UDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, പ്രതിഷേധങ്ങൾ വിജയമാണ് എന്ന് ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രതിഷേധം ശക്തമാണ് എന്ന് തെളിയിക്കാൻ നാട്ടുകാരുടെ മെക്കെട്ട് കയറുന്നത്, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു ഹർത്താൽ പോലും നടത്താതെ വലിയ വിജയം നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഗാന്ധി കാണിച്ചു തന്ന ഏറ്റവും വലിയ പ്രതിഷേധ മാർഗം അത് സത്യാഗ്രഹമൊന്നുമല്ല, അതിനേക്കാൾ വലിയ പ്രതിഷേധ മാർഗമുണ്ട്. നിരന്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 100 വർഷം മുമ്പ് ഗാന്ധി എല്ലാ ദിവസവും ലേഖനങ്ങൾ എഴുതുകയും പത്രക്കാരോട് സംസാരിക്കുകയും പ്രാർത്ഥനാ കൂട്ടായ്മയോടൊപ്പം നാട്ടുകാരോട് സംസാരിക്കുകയും റേഡിയോ പ്രഭാഷണം നടത്തുകയും ചെയ്തത്. ഗാന്ധിക്ക് അറിയാം, മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ വലിയൊരു സമരമാർഗമില്ല. സത്യാഗ്രഹമൊക്കെ അതിന് ശേഷമാണ്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക, വിഷയം ഓർമ്മയിൽ നിർത്തുക എന്നുള്ളതാണ്. ഇവർ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പായപ്പോൾ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ചില ഈ പറഞ്ഞ അശ്ലീല വാർത്തകൾ ചർച്ചകളൊക്കെ വരുന്നത്? അത് ആളുകളുടെ ഓർമ്മ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓർമ്മകൾ മോഷ്ടിക്കപ്പെടുന്ന കാലത്ത് ഓർമ്മകൾ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സമരമാർഗം, ഏറ്റവും നല്ല പരിച. അത് കൃത്യമായിട്ട് UDF എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ടൂൾ തന്നെ. ഞങ്ങൾ എല്ലാ വിഷയവും കൃത്യമായിട്ട് ആളുകളുടെ ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ടിരുന്നു. സമരം എന്ന് പറഞ്ഞാൽ അക്രമം മാത്രമല്ല, സമരം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ആണ്, അത് നമ്മുടെ മുദ്രാവാക്യമാണ്, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ മുദ്രാവാക്യങ്ങളൊന്നും ഇല്ലാത്ത സംഘടനകളാണ് അക്രമം നടത്തുന്നത്. എത്ര പെട്ടെന്നാണ് അക്രമം നടത്തി തിരിച്ചു പോകുന്നത്? ഇവർ നടത്തിയ അക്രമങ്ങളുടെ റിസൾട്ട് എന്താ? കേരളത്തിൻ്റെ വളർച്ചയെ പിന്നോട്ടടിക്കാം എന്നല്ലാതെ ഇവർ നടത്തിയ സമരങ്ങളുടെ വിജയം എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു. താൽക്കാലികമായിട്ട് ആളുകളെ ത്രസിപ്പിക്കാം. നിങ്ങൾ ശരിയായി പറഞ്ഞ പോലെ ത്രസിപ്പിക്കാൻ പറ്റും. അത് നമ്മളിപ്പോൾ ചില സിനിമകൾ വരുമ്പോൾ ആളുകളെ കൊല്ലുന്ന സീൻ കാണുമ്പോഴും ചിലർ കൈയടിക്കും, വില്ലന് കൈയടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ചോര തിളപ്പിക്കും. ഇത് കഴിയുമ്പോൾ ഈ തിളച്ച ചോര എന്ത് ചെയ്യും? അവിടെ ആറി വെച്ചിട്ട് ഇവർ വേറെ പണിക്ക് പോകും. അപ്പം ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ അവരുടെ കാര്യമായിട്ട് പോകും. ജനങ്ങളുടെ വിഷയത്തിൽ എന്ത് സമരം ചെയ്തു? ജനങ്ങളുടെ വിഷയത്തിൽ CPM സമരത്തിലില്ല, SFI സമരത്തിലില്ല, DYFI സമരത്തിലില്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലും ഇല്ല. അവർ തീവ്രതയുടെ അളവ് PM ശ്രീ വിഷയത്തിൽ എന്ത് സമരമാണ് കോൺഗ്രസ് ചെയ്തത്? അല്ല, PM ശ്രീ വിഷയത്തിൽ എന്ന് വെച്ചാൽ അതൊരു ഒരുപാട് സാങ്കേതികത ഉള്ള ഒരു വിഷയമാണ്. അതിൽ CPM-ൻ്റെ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം PM ശ്രീ വിഷയത്തിൽ സമരം എന്നുള്ളതിനേക്കാൾ അപ്പുറം CPM-ൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. 16-ാം തീയതി PM ശ്രീയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി 17-ാം തീയതി ഹിജാബ് വിഷയത്തിൽ വർഗീയവാദികൾക്കെതിരെ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പം അതേ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അതുവരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മാധ്യമ സഖാക്കന്മാരും പറഞ്ഞത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പിണറായി പക്ഷ പരിച എന്നാണ്. പിണറായി വിജയൻ തുമ്മണ്ടെന്ന് പറഞ്ഞാൽ തുമ്മാതെ മൂക്ക് പൊത്തിയിരിക്കുന്ന ആളാണ് ശിവൻകുട്ടി എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഓരോ ഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയപരിപാടികൾ അപ്പാടെ നടപ്പാക്കുന്ന പിണറായി വിജയൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പുകമറ മാത്രമാണ് ശിവൻകുട്ടി എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ PM ശ്രീയിലായിക്കോട്ടെ, PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ സമയത്താണ് നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. കോൺഗ്രസ് സംഘപരിവാർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗം സംഘപരിവാർ ആകുകയാണ്. ഈ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു അതിലെ പാലം.
അത് പിന്നീട് തെളിയിക്കപ്പെട്ടില്ലേ? നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഇടയ്ക്കുള്ള PM ശ്രീയുടെ പാലം ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറേ മാസ്കിംഗ് ഒക്കെ ഇട്ടിട്ട് ഇവർ വന്ന് പ്രചരണം നടത്തും. അതിനപ്പുറത്ത് യാഥാർത്ഥ്യം എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇവരിപ്പോഴും വിചാരിക്കുന്നത് നാട്ടുകാർ മുഴുവൻ ദേശാഭിമാനി പത്രവും വായിച്ച് കൈരളി ചാനലും മാത്രം. എന്തായാലും പിണറായി വിജയൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അമിത ആത്മവിശ്വാസം, അമിത ആഹ്ലാദം അപകടമല്ലേ? അമിത ആത്മവിശ്വാസവും ആഹ്ലാദവും അപകടം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ പരാജയം മാത്രമല്ല വിജയം കൂടി പരിശോധിക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് ED സതീശൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കിട്ടുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വിജയം കൂടി പരിശോധിക്കുക, എന്തുകൊണ്ട് വിജയിച്ചുവെന്ന്. അപ്പം ഞങ്ങൾ UDF എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടികൾ മാത്രമല്ല, ഞങ്ങളെ പിന്തുണച്ച സകല സാധാരണക്കാരും കൂടിയാണ്. അതിൽ മറ്റു പാർട്ടിക്കാരും അവരുടെ അനുഭാവികളും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അവർ പിന്തുണച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അമിത ആഹ്ലാദത്തിൽ നിന്നും അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് കൃത്യമായി പഠിച്ച് മുന്നോട്ട് നീങ്ങാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പിണറായി വിജയനെ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അഹങ്കാരവും ധാർഷ്ട്യവും ഞങ്ങൾക്ക് കുറേ കൂടി പണി എളുപ്പമാക്കി തരും.